بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. العالمين. إن شاء الله നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ഖിറാഅത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. എല്ലാവരും ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പെന്നും ബുക്കും അതുപോലെ ഖുർആനും കയ്യിലുണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഓതിയ അഊദു ഓരോ ആയത്തുകൾ ഓരോ ആഴ്ചയിലും ജസ്റ്റ് ഒന്ന് അതിലുള്ള നിയമങ്ങൾ പറഞ്ഞു പോകാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അഊദു ഇസ്തിആദ എന്ന് പറയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ തഫ്സീറിൽ കേട്ടിട്ടുണ്ടല്ലേ. അഊദു ഓതുന്നതിന് എന്താണ് ഇസ്തിആദ എന്ന് പറയും. ഇസ്തിആദ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തുടക്കത്തിൽ അഊദു ഓതല് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ അഊദു ഓതാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താക്കുക, പിശാചിൽ നിന്നും അള്ളാഹിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളത് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കണക്കിലെടുത്തിട്ട് എപ്പോൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അത് മനസ്സറിഞ്ഞ് പിശാചിൽ നിന്നുള്ള രക്ഷക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സറിഞ്ഞിട്ട് ഓതാ. അതിനോടൊപ്പം അതിന്റെ മഖ്റജും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അഊദു പറയുമ്പോൾ ആദ്യം അ അഥവാ ഹംസ ആണ് വരുന്നത് അല്ലെ. അ ഖുർആനിൽ കാണാൻ പറ്റൂല, അഊദു ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ മൈൻഡിൽ അത് നോക്കാം. അപ്പം അ എന്നുള്ള സൗണ്ട് നമ്മുടെ തൊണ്ടന്റെ താഴ്ന്ന് വരണം. പക്ഷെ നമ്മൾ മഖ്റജ് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്താവും. എന്നാലും നമ്മൾ മലയാളത്തിലുള്ള ആ പറയുന്ന പോലെ ആവാതെ അഊദു ഐന് ശ്രദ്ധിക്കുക. രണ്ടും കൂടെ മിക്സ് ആവരുത്. അഊദു ആവരുത്, അല്ലെങ്കിൽ അഊദു ആവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ നാവിന്റെ അറ്റത്തു നിന്നാണ് വരുന്നത്. രണ്ടക്ഷരങ്ങളുണ്ട് ഇതിൽ. ദാലാണ്, ദാല് കഴിഞ്ഞിട്ടുള്ള ദാല്. അഊദു അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബില്ലാഹി ബില്ലാഹി അവിടെ അള്ളാഹ് എന്നുള്ളത് ബില്ലാ എന്നൊന്നും ആരും പറയില്ല. എന്നാലും തീരെ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ബില്ല ല എന്നുള്ള സൗണ്ടിലാണ് നമ്മൾ പറയാ. ബില്ലാഹി അവിടെയുള്ള ഹ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തൊണ്ടയുടെ താഴ്ന്നു വരുന്ന ഹ ആണ്. ഹ വരുത്. ഹായും ഉണ്ട് ഹായും ഉണ്ട്. ഇവിടെ ഹ ആണ്. ബില്ലാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. മിനശ അവിടെ ഷീനിന് കുറച്ചധികം സമയം കൊടുക്കേണ്ടതുണ്ട്. മിനശ് ശൈത്വാനി. ഇൻഷാ അല്ലാഹ് ഓരോ റൂൾസും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതുകൂടെ വിശദീകരിക്കും. ഇപ്പൊ ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ് റൂൾസിന്റെ പേരൊന്നും പറയാത്തത്. മിനശ് ശൈത്വാനി. ശൈത്വാനി ഖ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഖ എന്താണ്, ഉയർത്തി പറയേണ്ട അക്ഷരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉയർത്തല് പ്രത്യേകം അവിടെ ഉണ്ടാവണം. എന്നാല് നമ്മൾ ചുണ്ട് ഉപയോഗിച്ചിട്ട് തുവ എന്നൊന്നും പറയരുത്. ആ ഒരു വാവ് മിക്സ് ചെയ്തിട്ടുള്ള തുവ ആവരുത്. ത്വ
ഷൈത്വാനിർ റജീം, റജീം, അവിടെയുള്ള റ ഉയർത്തിയിട്ടാണ് പറയേണ്ടത്. റജീം, ജീം പറയുമ്പോൾ ശ്രദ്ധിക്കുക, ജീം സ്ട്രോങ് ലെറ്റർ ആണ്, പക്ഷെ ലൈറ്റ് ലെറ്റർ ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ കുറച്ചൊരു കട്ടിയിൽ പറയേണ്ട അക്ഷരാണ് ജീം. കാറ്റ് പുറത്തു വരരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. أعوذ بالله من الشيطان الرجيم. ഇത്രയാണ് ഇസ്തിആദയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓരോ അക്ഷരങ്ങളും അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. പറ്റുന്നവര് ചാറ്റ് ബോക്സിൽ റിപ്ലൈ അയക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മൈക്ക് ഓൺ ചെയ്താൽ എല്ലാവരും കൂടെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ചാറ്റിൽ റിപ്ലൈ അയക്കാൻ ശ്രദ്ധിക്കാട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ചോദിക്കുമ്പോൾ അയക്കാം. ഇൻഷാ അല്ലാഹ് നമ്മള് പഠിച്ചത് തജ്വീദിനെ കുറിച്ചാണ് അല്ലെ. എന്താണ് തജ്വീദ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അപ്പൊ എന്താണ് തജ്വീദ്? തജ്വീദിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്താണ്? നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ജസ്റ്റ് വൺ വേർഡിൽ ടൈപ്പ് ചെയ്താൽ മതി. നന്നാക്കുക. ബറക്കല്ലാഹു ഫീകി, അഹ്സൻതി. അതെ, നന്നാക്കുക, തഹ്സീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തജ്വീദ് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ. അൽഹംദുലില്ലാഹ്. അഥവാ നന്നാക്കുക എന്നുള്ളതാണ് ഭാഷാപരമായിട്ട് തജ്വീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇസ്തിലാഹനായിട്ട് അഥവാ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? തജ്വീദ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്നാമതായിട്ട് എന്താണ്? ഓരോ അക്ഷരങ്ങളുടെയും മഖ്റജ് അഥവാ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം. രണ്ടാമതായിട്ട് സിഫാത്ത് അസ്ലിയ അഥവാ ഓരോ അക്ഷരങ്ങളുടെ കൂടെയുള്ള സിഫത്ത്. മൂന്നാമതായിട്ട് സിഫാത്ത് അറദിയ എന്ന് പറയും, അഥവാ പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന നിയമങ്ങൾ, അഹ്കാമുകൾ നമുക്ക് പറയാം, പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന സിഫത്തുകൾ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് തജ്വീദിൽ ഉൾക്കൊള്ളുന്നത്. ആ 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഈ ഒരു പഠനത്തിലൂടെ നമ്മൾ തജ്വീദിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പൊ അതില് നമ്മള് ഒന്നാമത്തെ കാര്യമായിട്ടുള്ള മഖ്റജ് എന്താണെന്നൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഖ്റജ് എന്ന് പറഞ്ഞാല് എന്താണ്? പുറപ്പെടുന്ന സ്ഥലമാണ്. ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ മഖ്റജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മഖ്റജ് തന്നെ 2 തരമുണ്ട്. മഖ്റജൽ മുഖദ്ദറും മുഹഖഖും ഉണ്ട്. അഥവാ ഏകദേശമായിട്ടുള്ള ഒരു മഖ്റജും എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനമുള്ള മഖ്റജും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ മഖ്റജിനെ തന്നെ നമുക്ക് എന്താക്കാം? 2ആയിട്ട് പിന്നെയും തരംതിരിക്കാം. അതൊന്ന് മഖ്റജ് ആം ആണെന്നും മറ്റൊന്ന് മഖ്റജ് ഖാസ് ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ നമ്മള് ഇൻഷാ അല്ലാഹ് ഇന്ന് ഒന്നാമത്തെ മഖ്റജ് ആം പഠിക്കും. അതിനു മുമ്പായിട്ട് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഫോർമേഷൻ ഓഫ് സൗണ്ട്. അഥവാ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ലൈഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കുക, എന്നിട്ട് മലയാളത്തിലുള്ള നോട്ട്സ് എഴുതുക. ഇൻഷാ അല്ലാഹ് അതാണ് എപ്പോഴും നല്ലത്. എല്ലാം കൂടെ നമ്മൾ സ്ലൈഡിൽ യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ കേൾക്കുന്നതിൽ കുറവ് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് മനസ്സിലായ രീതിയിൽ എഴുതാം. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് മഖ്റജ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹർഫ് എന്ന് പറഞ്ഞാൽ. അറബി ഭാഷയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 29 ഹർഫുകൾ ഉണ്ട്, അഥവാ ഹറൂഫുകൾ. ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം, ഹറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, അതിന്റെ ജമാഅണ് ഹറൂഫ്. അപ്പൊ ഈ ഹർഫ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാല് എന്താണ്? അത് ഒരു ശബ്ദമാണ്. ഏകദേശമോ അല്ലെങ്കിൽ നിശ്ചിതമോ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ഉത്ഭവസ്ഥാനത്ത് നിന്ന് വരുന്ന ശബ്ദമാണ് ഹർഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അഥവാ ഒരു ആർട്ടിക്കുലേഷൻ പോയിന്റ്. അത് ഒന്നെങ്കിൽ ഏകദേശമായതായിരിക്കാം, അതല്ലെങ്കിൽ കൃത്യമായതായിരിക്കാം. നിശ്ചിതമോ അനിശ്ചിതമോ ആയ, അപ്രോക്സിമേറ്റോ സ്പെസിഫിക്കോ ആയ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആർട്ടിക്കുലേഷൻ പോയിന്റ് എന്ന് വരുന്ന എന്താണ്? സൗണ്ട് ആണ് ഹർഫ് എന്ന് പറയുന്നത്. അഥവാ നമ്മളിപ്പം അ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന, അത് ചിലപ്പം ഒരു സ്പെസിഫിക് ആയ സ്ഥലത്ത് നിന്നായിരിക്കും ആ സൗണ്ട് വരാം.
സ്പെസിഫിക് അല്ലാത്ത സ്ഥലത്തുനിന്നും ആ ശബ്ദം വരാം. അഥവാ നമുക്ക് ഇന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് എന്താക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല അല്ലെ. അങ്ങനെയുള്ള സ്ഥലത്തുനിന്നും ചില ശബ്ദങ്ങൾ വരാം. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ശബ്ദത്തിനാണ് എന്ത് ഹർഫ് എന്ന് നമ്മൾ എന്തിൽ പറയുന്നത്, ഇവിടെ തജ്വീദിൽ. അഥവാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓരോ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലമാണ് എന്ത് മഖ്റജ്. ഈ മഖ്റജിൽ നിന്നും വരുന്ന ശബ്ദമാണ് എന്ത് ഹർഫ്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഒന്നുകൂടെ പറയാം, നമ്മൾ പഠിച്ചു ഓരോ അക്ഷരങ്ങളും വരുന്ന സ്ഥലത്തിന് മഖ്റജ് എന്ന് പറയും. ഈ മഖ്റജിൽ നിന്ന് വരുന്ന ഈ അക്ഷരത്തിന്റെ സൗണ്ട് ആണ് എന്ത് ഹർഫ് എന്നുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഭാവിയിൽ നമ്മൾ കൂടുതലായിട്ട് ഇതിന്റെ ഡീപ് സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഇത് നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ നമ്മള് ഇതില് സ്കൂളിൽ പഠിച്ചവരുണ്ടാവാം, സ്കൂളിൽ പഠിക്കാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റഡീസ് ചെയ്തവരുണ്ടാവും. എന്തായാലും നമ്മൾ തജ്വീദിൽ കുറച്ച് സയൻസ് കൂടെ പഠിക്കാണ് ഇൻഷാ അല്ലാഹ്. സയൻസ് നമുക്ക് പഠിച്ചാലാണ് ഈ തജ്വീദിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അഥവാ മനുഷ്യ ശരീരത്തില് 4 മെക്കാനിസം കാരണമാണ് എന്തുണ്ടാവുന്നത്, സൗണ്ട് ഉണ്ടാവുന്നത്. നോർമലി അങ്ങനെയാണ്, തജ്വീദിൽ നിന്നല്ല, നോർമലി 4 കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുന്നത്. അതിൽ ഒന്നാമത്തത് എന്താണ്, തസ്വാദും ജിസ്മൈൻ, അഥവാ ഒരു പ്രതലം മറ്റൊരു ഇതിലേക്ക് പോയിട്ട് അടിക്കുക. അത് പിക്ചർ കണ്ടാലും മനസ്സിലാവും. ഫസ്റ്റത്തെ പിക്ചർ നോക്കുക, ഇവിടെ ഈ ഒരു പിക്ചർ നോക്കുക. അതെന്താണ്, 2 സംഭവം കൂട്ടിമുട്ട. അപ്പൊ നമ്മൾ രണ്ട് കൈയും കൂടെ കൂട്ടി അടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു സൗണ്ട് ഉണ്ടാവും. അതല്ലാതെ രണ്ടും കൂടെ ഒരു കൈ മാത്രം വീശിയാൽ എന്തുണ്ടാവില്ല, സൗണ്ട് ഉണ്ടാവില്ല അല്ലെ. അല്ലെങ്കിൽ ഒരു കൈ പോയിട്ട് എന്തെങ്കിലും സാധനത്തിന് മുകളിൽ, ഇപ്പൊ അവിടെ ഒരു മരത്തിന്റെ മുകളിൽ ഒരു മുട്ടി കൊണ്ട് ഹാമർ കൊണ്ട് എന്താക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആക്കുമ്പോൾ എന്തുണ്ടാവും, സൗണ്ട് ഉണ്ടാവും. അഥവാ 2 കാര്യങ്ങൾ തമ്മിൽ കൂട്ടിമുട്ട, ഇതിനാണ് ഇതിന് ഇംഗ്ലീഷിൽ കൊളീഷൻ എന്ന് പറയും. അറബിയിലാണെങ്കിൽ തസ്വാദും ജിസ്മൈൻ എന്ന് പറയും. ഓക്കെ, 2 കാര്യങ്ങൾ എന്താ കൂട്ടി അടിക്കുക, അതാണ് ഒന്നാമത് സൗണ്ട് ഉണ്ടാവുന്നത്. അങ്ങനെ രണ്ടാമത്തത് എന്താണ്, തബാഉദ് ജിസ്മൈൻ ബൈനഹുമ ഖുവ തറബ്, അഥവാ സെപ്പറേഷൻ. സെപ്പറേഷൻ ആണ് വേണ്ടത്, പക്ഷെ എന്തായിരിക്കണം, നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ്ങിന് ശേഷമായിരിക്കണം. അഥവാ നല്ല സ്ട്രോങ്, നല്ല ഉറപ്പുണ്ടാവും. പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷമുള്ള രണ്ടും കൂടെ വേർതിരിക്കാം. ഇപ്പൊ നമ്മളൊരു പേപ്പർ, നല്ലൊരു പേപ്പർ, ആ പേപ്പറിനെ, ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, അത് ക്ലിയറാണ്. ഇപ്പൊ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആ പേപ്പറിനെ ജസ്റ്റ് ഞാൻ വീണ്ടും ഒരുമിച്ച് വെക്കാണ്, ഒട്ടിക്കണമൊന്നുമില്ല. ആ കീറിയ പേപ്പറിനെ രണ്ടും കൂടെ ഒന്നിങ്ങനെ കൂട്ടി വെച്ചു. എന്നിട്ട് വീണ്ടും അതേപോലെ ചെയ്യും, സൗണ്ട് ഉണ്ടാവില്ല. കാരണം അവിടെയുള്ള ആ സ്ട്രോങ് ബോണ്ടിങ് പോയി. അഥവാ സ്ട്രോങ് ആയിട്ടുള്ള 2 എണ്ണം ഒരുമിച്ചിട്ടുള്ള 2 എണ്ണത്തിന് നമ്മൾ എന്താക്കുമ്പോ, സെപ്പറേറ്റ് ആക്കുമ്പോ, വേർതിരിക്കുമ്പോ ഉണ്ടാകുന്ന സൗണ്ട്, അങ്ങനെയാണ് രണ്ടാമതായിട്ട് സൗണ്ട് ഉണ്ടാവുക. അപ്പൊ ആ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല, ഒരുമിച്ചിട്ടുള്ള 2 കമ്പുകൾ ഒരുമിച്ചിട്ടുണ്ട്, അത് രണ്ടും പൊട്ടിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവും. മൂന്നാമതായിട്ട് ഫ്രിക്ഷൻ എന്ന് പറയും, അഥവാ ഇഹ്തികാഖ് ജിസ്മാൻ, അഥവാ എന്താന്ന് വെച്ചാൽ ഒരു സാധനം മറ്റൊന്നിന്റെ മുകളിൽ ഉരത എന്നൊക്കെ പറയും. ഒന്ന് നമ്മൾ വേറൊന്നിന്റെ മുകളിൽ ഇങ്ങനെ ഉരസുമ്പോൾ, നമ്മൾ 2 കൈയും ഇങ്ങനെ ആക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. ആ പിക്ചറിൽ കാണുന്ന എക്സാമ്പിൾ നമുക്ക് എന്താണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെ, നമ്മളൊക്കെ കാണുന്നതാണ് ഈ മരം മുറിക്കുന്നത്. അപ്പം ഒന്നെന്താണ് മറ്റൊന്നിന്റെ മുകളിൽ പോയിട്ട് ഉരതാണ്, അങ്ങനെയും സൗണ്ട് ഉണ്ടാവും. നാലാമതായിട്ട് നമുക്കറിയാം വൈബ്രേഷൻ ആണ്. നമ്മളെ ഫോണൊക്കെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് എന്താണ്, ഒരു സ്കെയില്, ആ ഒരു സ്റ്റീലിന്റെ ഒരു സ്കെയിൽ ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ചിട്ട് പണ്ട് ചെയ്യാറുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്തുണ്ടാവും, സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 4 രീതിയിലാണ് നോർമലി സൗണ്ട് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ തജ്വീദില് ഓരോ അക്ഷരങ്ങളും ഓരോ ഹർക്കത്തുകൾ വരുമ്പോൾ ഈ 4 രീതിയിൽ, അല്ലെങ്കിൽ ഈ 4 രീതിയിൽ ഒരു രീതിയിലാണ് എന്ത് അറബി ഭാഷയിൽ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് ഉണ്ടാകുന്ന രീതികൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് 2 കാര്യങ്ങൾ എന്താവും, കൂട്ടിമുട്ടുമ്പോൾ, പിന്നെ
സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഉള്ളതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ എന്താണ് ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ ഉരസുമ്പോൾ അടുത്തത് വൈബ്രേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 4 രീതിയിലാണ് എന്തുണ്ടാവുന്നത്, സൗണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കാം. ഇൻഷാ അള്ളാ നമ്മൾ ഇനി ഓരോ ഹർക്കത്തുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇൻഷാ അള്ളാ ബിഇസ്നില്ല നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതാണ് എന്താണെന്നുള്ളത്. അപ്പം നമുക്കറിയാം അറബി ഭാഷയിൽ ഹറക്കത്തുകൾ എന്ന് പറയുമ്പം 3 ഹറക്കത്തുകളാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് ഫത്ഹ, മറ്റൊന്ന് കെസ്റ, മറ്റൊന്ന് ദമ്മ. ഫത്ഹ, കെസ്റ, ദമ്മ. ആ, ഇ, ഉ എന്നിങ്ങനെ 3 ഹറക്കത്തുകൾ നമ്മൾക്ക് അറിയാം. അതേപോലെ തന്നെ മദ്ദിന്റെ അക്ഷരങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ അത് മഖ്റജിൽ പഠിക്കും. അഥവാ അലിഫ് മദ് ഉണ്ട്, വാ മദ് ഉണ്ട്, യാ മദ് ഉണ്ട് അല്ലെ. അതെന്താക്കും, ആ, ഊ, ഈ എന്ന് പറഞ്ഞു നീട്ടാൻ യൂസ് ചെയ്യും. പിന്നെ ഇത് കൂടാതെ എന്തുണ്ട്, സുക്കൂൻ എന്നുള്ളൊരു അടയാളമുണ്ട്. അഥവാ ആ അക്ഷരത്തിന് മുകളിൽ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ അത് സുക്കൂനായിരിക്കും അല്ലെ. പിന്നെ തൻവീൻ ഉണ്ട്, അഥവാ ഇരട്ട ഫത്ഹ്, ഇരട്ട കസ്റ, ഇരട്ട ദമ്മ. ഫത്ഹ, കസ്റ, ദമ്മ പിന്നെ എന്താക്കിയതാ, ഇരട്ടിപ്പിച്ചതാ. അത് നമ്മൾ സുക്കൂന് കൊടുക്കുന്നതിന്റെ ഒരു സൗണ്ട് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. പിന്നെ 4മതായിട്ട് എന്തുണ്ട്, ഷദ് ഉണ്ട് അല്ലെ. അഥവാ തൻവീൻ എന്ന് പറയുമ്പോൾ ഹറക്കത്തുകളെ ഇരട്ടിപ്പിച്ചതാണെങ്കിൽ ഷദ് എന്ന് പറയുമ്പോൾ എന്താവും, അക്ഷരത്തിന് ഇരട്ടിപ്പിച്ചതാവും. 2 അക്ഷരങ്ങൾ. സുക്കൂനുള്ള അക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, സുക്കൂനുള്ള അക്ഷരങ്ങള് 1മത്തെ കാറ്റഗറി അഥവാ 2 കാര്യങ്ങൾ പോയി കൂട്ടിമുട്ടുന്ന രീതിയിലാണ് സുക്കൂനുള്ള അക്ഷരങ്ങളുടെ സൗണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, 1മത്തെ കാറ്റഗറിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നൂന് സുക്കൂന് കൊടുക്കുന്നു. ഇപ്പൊ നൂന് സുക്കൂന് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാം അറബി ഭാഷയിൽ ഒരു വാക്ക് ഒരിക്കലും സുക്കൂന് കൊണ്ട് തുടങ്ങൂല. അതുകൊണ്ട് നമുക്ക് നൂന് എന്ന് പറഞ്ഞിട്ട് ഉച്ചരിക്കാൻ പറ്റൂല. പകരം നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരു അക്ഷരം, ഹർക്കത്തുള്ള ഏതെങ്കിലും അക്ഷരം എളുപ്പത്തിൽ നമുക്ക് ഹംസ ഫത്ഹ ഇടാം. ഓക്കെ, അപ്പം എന്താ വായിക്കും, അൻ, അൻ. അഥവാ നമ്മൾ എന്താക്കാണ്, ഈ നൂനെ പോയിട്ട് സുക്കൂൻ എന്താ ചെയ്യണത്, ഒന്ന് മറ്റൊന്നിലേക്ക് പോയിട്ട് അവിടെ കൂട്ടിമുട്ടാണ് ചെയ്യണത്. അപ്പം എന്താണ്, ഫസ്റ്റ് കാറ്റഗറിയിലാണ് സുക്കൂനുള്ള അക്ഷരം വരാം. ഓക്കെ, ഇനി ഹറക്കത്തുള്ള അക്ഷരം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന, നു, നി എന്ന് നമ്മൾ നൂനെ പറയണമെങ്കിൽ അതെന്താണ്, ഈ നമ്മള് വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ, വോയിസ് ക്ലിയർ കുറയുന്നുണ്ട്. ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചെറുങ്ങനെ. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല, ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട്, എന്തുകൊണ്ടെന്ന് അറിയില്ല. ഓക്കെ എന്നാ ഇങ്ങനെ പോയിക്കോട്ടെ. ഇപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടോ, ഒന്നും കേൾക്കുന്നില്ലേ? ഹലോ.
കറണ്ട് പോയതാന്ന് തോന്നുന്നു, ഫുള്ളും പോയി. ഇപ്പൊ വരാന്ന് പറഞ്ഞേ, വേറെ ഇതിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. ഓക്കെ. ഓക്കെ, സൗണ്ട് കട്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, ജസ്റ്റ് ആയിട്ട് നമ്മൾ നോർമലി മനസ്സിലാക്കുക, ഹർക്കത്തുള്ള സുക്കൂനുള്ള അക്ഷരങ്ങൾ കൊളീഷനിലോടാണ് ഉണ്ടാവുക, ഹർക്കത്തുള്ള അക്ഷരങ്ങൾ സെപ്പറേഷനിലാണ് ഉണ്ടാവുക, മദ്ദിന്റെ ലെറ്റേഴ്സ് വൈബ്രേഷനിലാണ് ഉണ്ടാവുക. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. തൽക്കാലം ഈ ഒരു സംഭവം എന്താക്കുക, അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് വരുന്നില്ല, ഭാവിയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായിക്കോളും. ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഫായിദ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവര് ആ കാര്യം എടുക്കുക ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ കൂടുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കല് നിർബന്ധമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് ജസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. ഇത്രയാണ് ഈ ഒരു സൗണ്ടിന്റെ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ മഖ്റജ് ആമിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്, അഥവാ അൽ ജൗഫ്. അൽ ജൗഫ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറബി ഭാഷയില് എന്താണ് ചില വാക്കുകൾക്ക് എന്തുണ്ടാവും, പൊതുവായിട്ട് അതിനൊരു കോമൺ ആയിട്ട് ഒരു അർത്ഥം ഉണ്ടാവും. എന്നാൽ പ്രത്യേകമായിട്ട് നമ്മൾ ഈ സ്ഥലത്ത് ഇസ്തിലാഹനായിട്ട് ഭാഷാപരമായിട്ടും അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ടും എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ അർത്ഥം ഉണ്ടാവും. ജൗഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം എന്ന് പറയുന്നത് പൊള്ളയായ ഭാഗം, അഥവാ കാലിയായ സ്ഥലം, എംപ്റ്റി സ്പേസ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഓക്കെ, കാലിയായ സ്ഥലം അല്ലെങ്കിൽ പൊള്ളയായ ഭാഗം എന്നൊക്കെ നമുക്ക് പറയാം മലയാളത്തില്. എംപ്റ്റി സ്പേസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, അതാണ് എന്ത് ഈ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം ജൗഫ് എന്ന് പറയുന്നത്. ഇനി ഇസ്തിലാഹനായിട്ട് അഥവാ പ്രായോഗികമായിട്ട് സാങ്കേതികമായിട്ട് ഇവിടെ നമ്മൾ തജ്വീദില് നമ്മൾ ഈ ജൗഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് ഭാഗമാണ്, ഏത് പൊള്ളയായ ഭാഗമാണ്, അഥവാ വായിലെയും തൊണ്ടയിലെയും കാലിയായ സ്ഥലം, ദ എംപ്റ്റി സ്പേസ് ഇൻ ദ ത്രോട്ട് ആൻഡ് മൗത്ത് എന്നാണ് പറയാം. ഓക്കെ, വായിലെയും തൊണ്ടയിലെയും കാലിയായ സ്ഥലം, ഈ സ്ഥലത്തു നിന്നാണ് എന്ത് ജൗഫിലെ അക്ഷരങ്ങൾ വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ജൗഫ് എന്ന് പറഞ്ഞാൽ കാലിയായ സ്ഥലം, ഭാഷാപരമായിട്ട് പറയുകയാണെങ്കിൽ കാലിയായ സ്ഥലം, എംപ്റ്റി സ്പേസ്, പൊള്ളയായ ഭാഗം എന്ന് പറയും. ഇനി സാങ്കേതികമായിട്ട് നമ്മൾ തജ്വീദിൽ ജൗഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇസ്തിലാഹനായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലം, അഥവാ അത് ഏതാണെന്നൊന്നും നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റില്ല, വായിലും തൊണ്ടയിലും എന്താണ് കാലിയായിട്ടുള്ള ഒരു ഭാഗം, അതാണ് ജൗഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒന്നാമത്തെ മഖ്റജ് ആമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 മഖ്റജ് ആമുണ്ട്, 17 മഖ്റജ് ഖാസ് ആണെന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലെ. അറബി ഭാഷയിൽ 29 അക്ഷരങ്ങളുണ്ട്. ഈ 29 അക്ഷരങ്ങളിൽ 28 അക്ഷരങ്ങൾക്കാണ് സൗണ്ട് ഉള്ളത്, ഒരു ലെറ്ററിന് സൗണ്ട് ഇല്ല എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അതിനുശേഷം ഈ അക്ഷരങ്ങളെ 5 പ്രധാന മഖ്റജുകളിൽ നിന്നാണ് ഈ അക്ഷരങ്ങൾ വരുന്നത്, അഥവാ അതിന് മഖ്റജുൽ ആം എന്ന് പറയും, പ്രധാന മഖ്റജ്. നമ്മൾ തർബിയത്ത് ആമും തർബിയത്ത് ഖാസും പഠിച്ചിട്ടുണ്ട് അല്ലെ. സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബുൽ ആലമീൻ പറഞ്ഞപ്പോൾ തർബിയത്ത് ആം പൊതുവായിട്ട് എല്ലാവർക്കും കിട്ടുന്ന തർബിയത്തും, എന്നാൽ പ്രത്യേകമായിട്ട് അള്ളാന്റെ അടിയാൾക്ക് അള്ളാന്റെ ഔലിയാക്കൾക്ക് മാത്രം കിട്ടുന്ന തർബിയത്തായ തർബിയത്ത് ഖാസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളത്. ഓക്കെ, പൊതുവായിട്ട് എന്തുണ്ട്, കോമൺ ആയിട്ട് 5 മെയിൻ പ്രധാന മഖ്റജാണ്. അതിൽ നിന്നും 17 മഖ്റജ് ഖാസ് വരുന്നുണ്ട്, പ്രത്യേകമായ 17 സ്ഥലങ്ങളുണ്ട്. ഈ 17 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഈ 29 അക്ഷരങ്ങൾ വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ 5 പ്രധാന മഖ്റജുകളില്
ഒന്നാമത്തെ മഖ്റജാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന അൽ ജൗഫ് എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ മഖ്റജ് ആമാണ് അൽ ജൗഫ്. ജൗഫ് എന്നുള്ള വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം എംപ്റ്റി സ്പേസ്, കാലിയായ സ്ഥലം. ഇസ്തിലാഹനായിട്ട്, സാങ്കേതികമായിട്ട് നമ്മൾ ഇവിടെ തജ്വീദിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലം, ദ എംപ്റ്റി സ്പേസ് ഇൻ ദ ത്രോട്ട് ആൻഡ് മൗത്ത്. ഇതാണ് ജൗഫിന്റെ ഡെഫിനിഷൻ. ഇനി ജൗഫ് എന്നുള്ളത് എന്താണ്? മഖ്റജ് അൽ മുഖദ്ദറാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചു മഖ്റജ് മുഹഖഖും മുഖദ്ദറും, അഥവാ നിശ്ചിതമായ ഒരു മഖ്റജും ഏകദേശമായ ഒരു മഖ്റജ്, അല്ലെ? സ്പെസിഫിക്കും അപ്രോക്സിമേറ്റ്. അതില് ഇതെന്താണ്? ഒരു ഏകദേശം, അനിശ്ചിതമായ, നിശ്ചിതമല്ലാത്ത, സ്പെസിഫിക് അല്ലാത്ത ഒരു അപ്രോക്സിമേറ്റ് ആയ മഖ്റജാണ് എന്ത്? ജൗഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജൗഫാണ് ഏകദേശം മഖ്റജ്, അഥവാ മഖ്റജ് അൽ മുഖദ്ദറിൽ വരുന്നത് ജൗഫ് മാത്രമാണ് വരുന്നത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഖൈശൂമും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ വിശദീകരിക്കാം. എന്നാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് മഖ്റജ് അൽ മുഖദ്ദർ. ഓക്കെ, മീമ് ഖാഫ് ദാല് റ, മുഖദ്ദർ. ഏകദേശമായ മഖ്റജ്. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടാണ് ഏകദേശമായ മഖ്റജ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ജൗഫിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് അലിഫ് മദ്ദിയ. ഓക്കെ, ഒന്നാമത്തെ അക്ഷരാണ് അൽ അലിഫുൽ മദ്ദിയ അല്ലെങ്കിൽ അലിഫ് മദ്ദിയ എന്ന് പറയാം. രണ്ടാമത്തതാണ് അൽ വാവുൽ മദ്ദിയ അല്ലെങ്കിൽ വാവ് മദ്ദിയ എന്ന് പറയാം. മൂന്നാമത്തതാണ് അൽ യാ ഉൽ മദ്ദിയ, യാ മദ്ദിയ എന്ന് പറയാം. പറഞ്ഞതിലുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല. ഒന്ന് അലിഫ്ലാമിയും ചേർത്തിട്ട് പറഞ്ഞു, മറ്റൊന്ന് അലിഫ്ലാമും ചേർക്കാതെ. അൽ അലിഫുൽ മദ്ദിയാന്നോ അല്ലെങ്കിൽ അലിഫ് മദ്ദിയാന്നോ പറയാം. അൽ വാവുൽ മദ്ദിയാന്നോ വാവ് മദ്ദിയാന്നോ പറയാം. അൽ യാ ഉൽ മദ്ദിയാന്നോ അല്ലെങ്കിൽ യാ മദ്ദിയാന്നോ പറയാം. ഇങ്ങനെ രണ്ട് രീതിയിലും പറയാന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാല് ചിലപ്പം ചില സമയത്ത് നമ്മൾ യാ മദ്ദിയാന്ന് എളുപ്പത്തിൽ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ അൽ യാ ഉൽ മദ്ദിയ. അപ്പൊ രണ്ടും രണ്ടാണോ എന്ന് വിചാരിക്കരുത്, എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 3 അക്ഷരങ്ങളാണ് ഈ ജൗഫിൽ നിന്ന് വരുന്നത്. ഒന്ന് അൽ അലിഫ് അൽ മദ്ദിയ, രണ്ടാമത്തത് അൽ വാവ് അൽ മദ്ദിയ, മൂന്നാമത്തത് അൽ യാ അൽ മദ്ദിയ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ അലിഫ് വാവ് യാ എന്ന് പറയരുത്. അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, യാ മദ്ദിയ എന്ന് തന്നെ വ്യക്തമാക്കി പറയേണ്ടതാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മദ്ദല്ലാത്ത വാവും മദ്ദല്ലാത്ത യായും വേറെ ഉണ്ട്. അപ്പൊ നമ്മള് വാവ് യാ എന്ന് പറഞ്ഞാല് അതെന്താവും? അത് ലെറ്ററാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് മദ്ദിന്റെ അക്ഷരമായ അലിഫ്, മദ്ദിന്റെ അക്ഷരമായ വാവ്, മദ്ദിന്റെ അക്ഷരമായ യാ എന്ന് തന്നെ പറയണം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, യാ മദ്ദിയ, അങ്ങനെ തന്നെ പഠിക്കുക അക്ഷരങ്ങളുടെ പേര്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ ജൗഫിന്ന് 3 അക്ഷരങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇനി ജൗഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ജൗഫ് എന്നുള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞു ആദ്യത്തെ മഖ്റജ് ആമാണ്, ഒന്നാമത്തെ മഖ്റജ് ആമാണെന്ന് പറഞ്ഞു. 5 മഖ്റജ് ആമില് ഒന്നാമത്തതാണ് ജൗഫ്. ഓക്കെ, അതേപോലെ തന്നെ 17 മഖ്റജ് ഖാസിലെയും ഒന്നാമത്തെ മഖ്റജ് ഖാസാണ് അൽ ജൗഫ്. ഓക്കെ, അപ്പം ജൗഫിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ജൗഫ് എന്നുള്ളത് മഖ്റജ് ആമ് ഒന്നാമത്തതാണ്. അതേപോലെ തന്നെ മഖ്റജ് ഖാസായിട്ട് ജൗഫിൽ നിന്ന് ഒരു മഖ്റജ് ഖാസ് ഉള്ളൂ. ഇത് മറ്റ് മഖ്റജ് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. കാരണം ജൗഫില് ഒന്നാമത്തെ മഖ്റജ് ആമാണ്, അതന്നെയാണ് എന്ത്? അതിന്റെ മഖ്റജ് ഖാസും. ഒരു മഖ്റജ് ഖാസ് ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ, ബാക്കിയുള്ള മഖ്റജ് ആമിലൊക്കെയും ഒന്നിൽ കൂടുതൽ 2, 3, 4, 5 ഒക്കെ ആയിട്ട് മഖ്റജ് ഖാസ് വരുന്നുണ്ട്. ഓക്കെ, ജൗഫിൽ എന്താണ്? ഒരു മഖ്റജ് ഖാസ് ആണുള്ളത്. എത്ര അക്ഷരങ്ങളുണ്ട്? 3 അക്ഷരങ്ങൾ. അപ്പൊ നമ്മളിപ്പം 5 മഖ്റജ് ആമില് ഒന്നാമത്തെ മഖ്റജ് ആമ് പഠിച്ചു. ഇനി ബാക്കി 4 എണ്ണമാണ് ഇനി പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ 17 മഖ്റജ് ഖാസിലും 1 പഠിച്ചു. ഇനി ബാക്കി 16 മഖ്റജ് ഖാസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ മഖ്റജ് ആമാണ് ജൗഫ്. അതേപോലെ തന്നെ ഈ ജൗഫിൽ എന്താണ്? ഒരു മഖ്റജ് ഖാസ് ആണ് ഉള്ളത്, അഥവാ പ്രധാനപ്പെട്ടതിൽ ഒന്നാമത്തെ മഖ്റജാണ്. പ്രത്യേകമായിട്ടും ഇവിടെ എന്താണ്? ഒരു മഖ്റജ് ഖാസ് ആണ് വരുന്നത്. അത് ഏതാണ് സ്ഥലം? അത് ഈ പറഞ്ഞ പോലെ വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലം. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് പോവാം. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു മദ്ദിന്റെ അക്ഷരങ്ങള് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്?
അഥവാ സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു, വൈബ്രേഷനിലൂടെയാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ബ പറഞ്ഞിട്ട് ബ എന്ന്, നിങ്ങളിപ്പോ മൈക്ക് മ്യൂട്ടാണല്ലോ, നിങ്ങൾ എന്നിട്ട് പറഞ്ഞു നോക്കാം. അപ്പം കൈ വെക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാല് നിങ്ങളുടെ തൊണ്ടയുടെ നടുഭാഗം, അഥവാ സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. തൊണ്ടയുടെ നടുഭാഗം, സോറി തൊണ്ടയുടെ അല്ല, കഴുത്തിന്റെ. നമ്മള് ഏറ്റവും താഴെ പോയിട്ട് വെക്കരുത്. നമ്മുടെ തൊണ്ട സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കഴുത്തിന്റെ നടുഭാഗം. ഇപ്പം ആണുങ്ങളുടെ ഒക്കെ അവിടെ എന്തുണ്ടാവും, ഇങ്ങനെ ഒരു പൊന്തിട്ട് നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും. അവിടെയാണ് ശരിക്കും നമ്മുടെ തൊണ്ട സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് തൊണ്ടയുടെ ഫസ്റ്റ് ഭാഗം. ഓക്കെ, ഈ ഒരു ഭാഗം. അപ്പൊ അവിടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ബ പറഞ്ഞിട്ട് ബാക്ക് എന്ത് കൊടുക്കുക, മദ് കൊടുക്കുക. ബ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടാവും, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ അത് നോക്കാം. അപ്പൊ അങ്ങനെയാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇനി നമ്മള് ബ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ ചുണ്ട് ഉപയോഗിച്ചിട്ട് ബ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആന്ന് നീട്ടണുണ്ടല്ലോ, ബ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നീട്ടണ എന്നുള്ളൊരു സൗണ്ട്. ആ സൗണ്ട് എവിടുന്നാ വരുന്നത്, അത് എവിടെ തട്ടിയിട്ടാ വരുന്നത്, അത് നമുക്കറിയില്ല. അത് ഈ വൈബ്രേഷനിൽ ഉണ്ടായി, അതങ്ങനെ വായിലോട് അങ്ങനെ ഒഴുകി അങ്ങനെ പുറത്തു പോവാണ് അല്ലെ. നമ്മുടെ ശ്വാസം നിൽക്കുന്നത് എപ്പോഴാണോ അതുവരെ ആ സൗണ്ട് പോവും. അതല്ലാതെ അത് ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് തട്ടി അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മഹ്റജിന് എന്ത് പറയുന്നത്, മഹ്റജൽ മുഖദ്ദർ എന്ന് പറയുന്നത്. നമുക്ക് അഥവാ കറക്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ സൗണ്ട് വരുന്നത്, ഇന്ന സ്ഥലത്ത് പോയിട്ട് തട്ടുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വായിന്റെ ഉള്ളത്തെ ഇന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ അതങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതങ്ങനെ ഒഴുകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മഹ്റജിനെ മഹ്റജൽ മുഖദ്ദർ എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് അക്ഷരങ്ങൾ, അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, യാ മദ്ദിയ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, എന്താണ് അലിഫ് മദ്ദിയ, എന്താണ് വാവ് മദ്ദിയ, എന്താണ് യാ മദ്ദിയ. കാരണം നമ്മൾ അറബി ഭാഷയിൽ എണ്ണുന്ന അക്ഷരമാലയില് അലിഫിനെ നമ്മൾ എണ്ണും. ഓക്കെ, അത് അലിഫ് മദ്ദിന് വേണ്ടി മാത്രം. ഓക്കെ, അതാണ് നിൽക്കട്ടെ. എന്നാൽ വാവും യായും നോർമൽ ആയിട്ടുള്ള വാ യാ ഇങ്ങനെ എഴുതിയാൽ അതെന്താണ്, സാധാരണ വാവാണ്, അതുപോലെ തന്നെ യാ. അതല്ലാതെ മദ്ദിന്റെ വാവും യായും ആകൂല അല്ലെ. മദ്ദിന്റെ വാവ് അതല്ലെങ്കിൽ മദ്ദിന്റെ യാ, മദ്ദിന്റെ അലിഫ് ആവണമെങ്കിൽ അതിനെന്തുണ്ട്, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല്, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ. അതെന്താണെന്ന് വെച്ചാല് എന്തുണ്ടാവണം, ഫത്ഹിന് ശേഷം അലിഫ് വരണം. ഓക്കെ, അതേപോലെ തന്നെ കെസ്റിന് ശേഷം യാ വരണം, ബൊമ്മിന് ശേഷം വാവ് വരണം. ഓക്കെ, ഫത്ഹിന് ശേഷം അലിഫ് വരണം, കെസ്റിന് ശേഷം യാ വരണം, ബൊമ്മിന് ശേഷം വാവ് വരണം. ഫത്ഹ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള വര, നമ്മൾ ആ ബ ത സ എന്ന് പറയുന്നത്. ഓക്കെ, കെസ്ർ എന്ന് പറഞ്ഞാൽ താഴെയുള്ള വര, അഥവാ ഇ ബി ടി സി എന്ന് പറയുന്നത്. ബൊമ്മ് എന്ന് പറഞ്ഞാൽ ആ ഒരു സർക്കിൾ പോലെ ഉ ബു ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫത്ഹിന് ശേഷമാണ് അലിഫ് വരേണ്ടത്, കെസ്റിന് ശേഷമാണ് യാ വരേണ്ടത്, ബൊമ്മിന് ശേഷമാണ് വാവ് വരേണ്ടത്. അപ്പൊ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ തന്നെ എടുത്തു നോക്കുക, അവിടെ കാണാൻ പറ്റും. ഒരു സെക്കൻഡ്, അവിടെ ഇയാക്ക എന്നുള്ള വാക്ക് നോക്കിയാൽ കാണാൻ പറ്റും. യാ എന്തുണ്ട്, യാക്ക ഫത്ഹ ഉണ്ട്, അതിനുശേഷം ഒരു അലിഫ് കാണാൻ പറ്റും അല്ലെ. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. യാ നമ്മൾ നീട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുണ്ട്, യാക്ക ഫത്ഹ ഉണ്ട്, ശേഷം ഒരു അലിഫ് ഉണ്ട്. അവിടെ എന്ത് വന്നു, അലിഫ് മത്ത് വന്നു. ഇനി നസ്തഈൻ, അവിടെ ഐന് കഴിഞ്ഞിട്ട് ഐന് എന്തുണ്ട്, കെസ്റുണ്ട്, കെസ്റിന് ശേഷം എന്താ വന്നിട്ടുള്ളത്, യാ ആണ് വന്നിട്ടുള്ളത് അല്ലെ. അത് കൂട്ടി എഴുതുമ്പോൾ ആ രീതിയിൽ എഴുതും. അവിടെ എന്താണ്, യാ മദ്ദാണ് വന്നിട്ടുള്ളത്. ഇനി ഗൈരിൽ മഗ്ദൂബി, മഗ്ദൂബി, അപ്പൊ അവിടെ ഗോദിന് ഗൊമ്മ് വന്നു, ഗൊമ്മിന് ശേഷം വാവ് വന്നു, അത് വാവ് മദ്ദാണ്. ഓക്കെ, എന്നാ മാലിക്കി യൗമിദ്ദീൻ എന്നുള്ളത് മാലിക്കി യൗ എന്നുള്ളത് എന്തല്ല, വാവ് മദ്ദല്ല. അവിടെ വാവ് വന്നിട്ടുണ്ട്, പക്ഷെ അത് വാവ് മദ്ദാവൂല. കാരണം എന്താ, ആ വാവിന് മുമ്പുള്ളത് ഫത്ഹാണ്. അത് വേറെ റൂളാണ്, നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഈ വാവ് മദ്ദാവണമെങ്കിൽ എന്താവണം, ഈ യാക്ക് ഫത്ഹന് പകരം ബൊമ്മ ഉണ്ടാവണം, എന്നാലാണ് ഈ വാവ് മദ്ദാവുള്ളൂ. അപ്പൊ യു ആവും. പക്ഷെ ഫത്ഹ തൊട്ടു മുമ്പ് ഫത്ഹോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹർക്കത്ത് വന്നാല് അതെന്താവില്ല, മദ്ദാവില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്ക, അലിഫിന് മുമ്പുള്ള ഫത്ഹ വരണം, യാക്ക് മുമ്പ് കെസറ വരണം,
വാവിന് മുമ്പ് ദമ്മ വരണം. ഇങ്ങനെ വന്നാലാണ് അത് മദ്ദിന്റെ അക്ഷരങ്ങളാവുക. ഇനി ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ശരിക്കും ഈ അലിഫ് എന്ന് പറയുന്നത് എന്താണ്? അലിഫ് സാക്കിന ആണ്. അലിഫ് സാക്കിന എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അലിഫ്. പക്ഷെ ഖുർആനിൽ നോക്കിയാൽ അവിടെ സുക്കൂൻ കാണാൻ പറ്റൂല. ഖുർആനിൽ ജസ്റ്റ് വെറും ഒരു അലിഫ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അടുത്ത പേജിൽ നോക്കാം. കിതാബു ലാ എന്ന് എഴുതിയത്, ലാമ് അതിന്റെ കൂടെ അലിഫ് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ലാമ് നീട്ടുന്നു. ഈ അലിഫിന്റെ മുകളിൽ നമ്മൾ ബുക്കിലൊക്കെ വിചാരിക്കുന്ന സുക്കൂൻ ഒരു സർക്കിൾ ആണല്ലോ. ആ സുക്കൂൻ കാണൂല അല്ലെ. പക്ഷെ അതെന്താണ്? അത് സുക്കൂനാണ്. അത് ഖുർആനിന്റെ എഴുത്തിന്റെ പ്രത്യേകതയാണ്. ഒരു അക്ഷരത്തിന്റെ മുകളിൽ ഒരു ഹറക്കത്തും ഇല്ലെങ്കിൽ, അഥവാ ഫത്ഹോ കെസ്റോ ദമ്മോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു അടയാളവും ഇല്ല, സുക്കൂനോ ഒന്നുമില്ല. ചിലത് സുക്കൂനും എഴുതും. ഒന്നും ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? അത് ബേസിക്കലി സുക്കൂൻ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ശരിക്കും ഈ അലിഫ് എന്നുള്ളത് എന്താണ്? അലിഫ് സുക്കൂനാണ്. പക്ഷെ അത് ഖുർആനിന്റെ എഴുത്തിൽ ഉണ്ടാവില്ല. ഈ യാ എന്ന് പറയുന്നത് എന്താണ്? യാ സുക്കൂനാണ്. അതെന്തുണ്ടാവില്ല? ഖുർആനിന്റെ എഴുത്തിൽ ഉണ്ടാവില്ല. വാവ് എന്ന് പറയുന്നത് എന്താണ്? വാവ് സുക്കൂനാണ്. പക്ഷെ അത് ഖുർആനിന്റെ എഴുത്തിൽ ഉണ്ടാവില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ശരിക്കും അലിഫ് മദ്, വാവ് മദ്, യാ മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഫ് സാക്കിനക്ക് മുമ്പുള്ള, അഥവാ സുക്കൂനുള്ള അലിഫിന് മുമ്പുള്ള ഫത്ഹ്, അതാണ് അലിഫ് മദ്. സുക്കൂനുള്ള യാക്ക് മുമ്പുള്ള കെസ്ർ, അതാണ് എന്ത്? യാ മദ്. സുക്കൂനുള്ള വാവിന് മുമ്പുള്ള ദമ്മ, അതാണ് വാവ് മദ്. ഓക്കെ. സുക്കൂനുള്ള അലിഫിന് മുമ്പുള്ള ഫത്ഹ്, സുക്കൂനുള്ള യാക്ക് മുമ്പുള്ള കെസ്ർ, സുക്കൂനുള്ള വാവിന് മുമ്പുള്ള ദമ്മ. ഇങ്ങനെ വന്നാലാണ് എന്തുണ്ടാവുക? അത് മദ്ദിന്റെ അക്ഷരാവുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫത്ഹ് മാത്രം എന്തായാലും വരൂല. ഫത്ഹ് മാത്രം വന്നിട്ടല്ല വരേണ്ടത്. എന്താവും? ഈ ഫത്ഹിന്റെ ഒപ്പം ഒരു അക്ഷരത്തിനാണ് ഫത്ഹ ഉണ്ടാവുക. ഒരു എക്സാമ്പിള്, ബ ഫത്ഹ അലിഫ് സുക്കൂൻ, ബ അങ്ങനെയാണ് വായിക്കാം. അതല്ലാതെ വെറും ഫത്ഹ ഇട്ടിട്ട് അലിഫ് സുക്കൂൻ ഇട്ട് അതൊന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല. അതിന്റെ ഒപ്പം എന്തുണ്ടാവും? ഒരു അക്ഷരം ഉണ്ടാവും. ഈ അലിഫ് മദ്ദിന് മുമ്പ് ഒരു അക്ഷരം, ആ അക്ഷരത്തിനാണ് ഫത്ഹോ കസ്റോ ദമ്മോ വരേണ്ടത്. ഓക്കെ. അപ്പം വാവിന് ഫത്ഹ വന്നു, അതിനുശേഷം അലിഫ് സുക്കൂൻ ഇട്ടാല് ഇതെന്തായി? ഇവിടെ വാവ് മദ് വന്നു. അഫ്വൻ അലിഫ് മദ് നമ്മൾ ഉപയോഗിച്ചു, വാന്ന് നീട്ടും. ഇനി താക്ക് കെസ്റ് കൊടുത്തു, ശേഷം നമ്മൾ യാ സുക്കൂനാണ് എഴുതുന്നതെങ്കിൽ അതെന്തായി? യാ മദ്ദായി. അതെന്താവും? തീ എന്ന് വായിക്കും. ഇനി നൂന് ബൊമ്മ കൊടുത്തു, എന്നിട്ട് നമ്മൾ വാവ് മദ്ദാണ് ഇടുന്നത്, വാവ് എഴുതാണെങ്കിൽ അതെന്താവും? നൂ എന്ന് വായിക്കും, വാവ് മദ്ദാവും. അങ്ങനെയാണ് മദ്ദിന്റെ ലെറ്റേഴ്സ് വരുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ ഇവിടെ ഒന്നും എന്തുണ്ടാവില്ല, ഖുർആനില് സുക്കൂൻ ഉണ്ടാവില്ല. പക്ഷെ ഒറിജിനലി അതെന്താണ്? സുക്കൂനുള്ള വാവും സുക്കൂനുള്ള യായും സുക്കൂനുള്ള അലിഫാണ്. അപ്പൊ ഇത്രയാണ് ജൗഫിൽ നിന്ന് വരുന്ന മദ്ദക്ഷരങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യമായിട്ട്, അഥവാ മദ്ദക്ഷരം എന്ന് പറയുന്നത് വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. ഇവിടെ ഒന്നാമത്തെ മഖ്റജ് ആമാണ് അൽ ജൗഫ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു മഖ്റജ് ഖാസ് ആണുള്ളത്. ഇവിടെ നിന്ന് 3 അക്ഷരങ്ങളാണ് വരുന്നത്. ഒന്ന് അലിഫ് മദ്ദിയ, മറ്റൊന്ന് വാവ് മദ്ദിയ, മറ്റൊന്ന് യാ മദ്ദിയ. അലിഫ് മദ്ദിയ എന്ന് പറഞ്ഞാല് ഫത്ഹയിന് ശേഷം വരുന്ന അലിഫ് സുക്കൂന്. വാവ് മദ്ദിയ എന്ന് പറഞ്ഞാല് ദമ്മിന് ശേഷം വരുന്ന വാവ് സുക്കൂന്. യാ മദ്ദിയ എന്ന് പറഞ്ഞാല് കെസ്റിന് ശേഷം വരുന്ന യാ സുക്കൂൻ. ഇതാണ് ഇതിലെ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അലിഫ് മദ് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ വായ ഫ്ലാറ്റ് ആയിരിക്കും, അഥവാ റിലാക്സ് ആയിരിക്കും. അതിന്റെ ഒപ്പം സൗണ്ട് എന്തായിരിക്കും? മുകളിലേക്കാണ് പോവാ. ഓക്കെ. അതേപോലെ തന്നെ വാവ് മദ്ദിയ പറയുമ്പം നമ്മുടെ ചുണ്ട് എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും. നാവിന്റെ ബാക്ക് വശം ഉയരും. നമ്മൾ ചുണ്ട് സർക്കിൾ ചെയ്താൽ മതി, ബാക്കി പ്രൊസീജിയർ ഓട്ടോമാറ്റിക്കലി നടന്നോളും. പിന്നെ യാ മദ് പറയുമ്പോൾ നമ്മളെ താഴത്തെ താടി എല്ലുകൾ എന്തായിരിക്കണം? നമ്മൾ താഴ്ത്തണം. അതാണ്. അതുപോലെ നാവ് കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് ഉണ്ടാവുക. ഈ രീതിയിലാണ് മദ്ദുകൾ ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയാണ് അൽ ജൗഫ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ എല്ലാ മദ്ദുകളും, അലിഫ് മദ്, വാവ് മദ്, യാ മദ് എന്നുള്ളത് ഒരുമിച്ച് വരുന്ന ഒരു വാക്കാണ്, ഖുർആനിൽ വന്നൊരു വാക്കാണ് നൂഹീഹ എന്നുള്ളത്. ഓക്കെ. നൂഹീഹ. ഇതുപോലെ വേറെയും വാക്കുകളുണ്ട്. അതിനാ നിങ്ങൾക്ക് ഒരു വർക്കായിട്ട് തരാണ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ടെത്തിട്ട് വരാം ഇൻഷാല്ലാ. അഥവാ എല്ലാ മദ്ദുകളും. ഇപ്പൊ ഇവിടെ നോക്കാം, എന്താണ്? നൂ എന്നുള്ളത് വാവ് മദ് വന്നു, ബൊമ്മിന് ശേഷം വാസുക്കുൻ വന്നു. ഹീ എന്നുള്ളത് കെസ്റിന് ശേഷം യാ മദ് വന്നു.
ഹ എന്നുള്ളത് ഫത്ഹന് ശേഷം അലിഫ് മത്ത് വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അങ്ങനെ ഒരു വാക്ക്. ഇതുപോലെ ഇനിയും വാക്കുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്നത്ര നിങ്ങൾ കണ്ടെത്താം. അപ്പൊ ഇത്രയാണ് അൽ ജൗഫ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് കൂടുതൽ മഖറജുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.